കുടുംബാധിപത്യം പോലെ തന്നെ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും ഭരണകാലത്ത് പ്രകടമായ മറ്റൊരു സ്വഭാവമായിരുന്നു സ്വജനപക്ഷപാതം. ഗവൺമെന്റ് സർവീസിലെ സ്വജനപക്ഷപാതത്തിന് സമൂഹത്തിൽ ഒരു അക്സെപ്റ്റൻസ് ലഭിക്കുന്നത് നെഹ്റുവിന്റെ ഭരണകാലത്താണ്. സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഭരണത്തിന്റെ പല തലത്തിലും ഈ സ്വജനപക്ഷപാതം പ്രകടമായി തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ ഈ സ്വജനപക്ഷപാതം പ്രകടമായ ആദ്യത്തെ ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS നടന്ന റിക്രൂട്ട്മെന്റിന്റെ സമയത്താണ്. സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം ആരംഭിക്കുവാൻ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് നമ്മൾ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു. ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ഫോറിൻ സർവീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആരംഭിച്ചതാണ് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതാണ് ഇന്നത്തെ UPSC പോലെ അന്ന് ഈ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന ബോഡിയാണ് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ തലവൻ HK കൃപലാനി എന്നൊരു ICS ഉദ്യോഗസ്ഥനായിരുന്നു. ആചാര്യ കൃപലാനി അല്ല, ഇത് മറ്റൊരു കൃപലാനിയാണ്. അദ്ദേഹം ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇന്റർവ്യൂ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നെഹ്റു ഗവൺമെന്റിന് കൊടുത്തു. പക്ഷേ കൃപലാനി കൊടുത്ത ഈ ലിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അത്ര പിടിച്ചില്ല. കാരണം അവരുടെ മക്കളുടെയും ഇല്ലോസിന്റെയും ഒക്കെ ലിസ്റ്റ് കൃപലാനിക്ക് കൊടുത്തിരുന്നു. അതൊന്നും ഫൈനൽ സെലക്ടഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഇതുപോലൊരു റിക്രൂട്ട്മെന്റ് നടത്തുവാൻ കൃപലാനിക്ക് കഴിവില്ലാത്തവനാണെന്നും അയാളെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് നെഹ്റുവിന് ഒരു പരാതി കൊടുത്തു. അവരുടെ ആവശ്യം കൃപലാനിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് പുതിയൊരു കമ്മിറ്റി ഫോം ചെയ്ത് ഫ്രഷ് റിക്രൂട്ട്മെന്റ് നടത്തണം. ഇതായിരുന്നു അവര് നെഹ്റുവിനോട് ആവശ്യപ്പെട്ടത്. നെഹ്റു അത് അംഗീകരിച്ചു കൊടുത്തു. അതോടെ കൃപലാനി പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ അവിടുന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോന്നു. ഒരു ചോദ്യം പോലും അദ്ദേഹത്തിനോട് ചോദിക്കാതെ നെഹ്റു കൃപലാനിയുടെ രാജി അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് നെഹ്റുവിന് പരാതി കൊടുത്തവരെല്ലാം കൂടെ ചേർന്നൊരു പുതിയ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി. ഇവരാദ്യം ചെയ്തത് കൃപലാനിയുടെ ആദ്യത്തെ ലിസ്റ്റ് എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു. എന്നിട്ട് ഫ്രഷ് റിക്രൂട്ട്മെന്റ്, ആദ്യം തൊട്ട് റിക്രൂട്ട്മെന്റ് തുടങ്ങി. എന്നിട്ട് പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി അത് ഗവൺമെന്റ് അയച്ചു കൊടുത്തു. ഇവരുണ്ടാക്കിയ പുതിയ ലിസ്റ്റിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ കമ്മിറ്റി മെമ്പേഴ്സിന്റെ തന്നെ മക്കളും ബന്ധുക്കളുമായിരുന്നു. ഇതൊന്നും നെഹ്റു അറിഞ്ഞിരുന്നില്ല എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. ഇതിനെക്കുറിച്ച് നെഹ്റുവിന്റെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MO മത്തായി എഴുതിയിരിക്കുന്നത് ഈ ലിസ്റ്റിലെ പലർക്കും മിനിമം വിദ്യാഭ്യാസ യോഗ്യത പോലും ഉള്ളവരായിരുന്നില്ല എന്നാണ്. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.